ഡോക്ടർ, ഈ ഭക്ഷണം കഴിക്കുന്നതിന് കൃത്യമായ നേരങ്ങൾ, ഇത്ര മണിക്ക് ഇത്ര ഭക്ഷണം ഇങ്ങനെ കഴിക്കണം, അങ്ങനെ ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഹാരം കഴിക്കുന്നതൊക്കെ ഒരു റിഫ്ലെക്സ് ആണ്. നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ശരീരത്തെ പഠിപ്പിക്കുന്നത്. അതെ, ഇപ്പം ഞങ്ങളിപ്പോൾ നോമ്പ് സമയത്ത് ഉദാഹരണം ഇപ്പം നോമ്പ് വരാൻ പോവാണ്. നോമ്പ് ഞങ്ങൾക്ക് ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് ഫീൽ ലൈക്ക് എനിത്തിങ് എല്ലാ നോമ്പുകാരും 12 മണിക്കൂർ നേരം ഞങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്, ഒരു വിഷമമില്ലാതെ. ദാറ്റ്സ് ബിക്കോസ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുകയാണ്. ശരിക്കും നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കഴിക്കാനൊന്നും തോന്നില്ല. സോ അതേപോലെ ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ നമ്മൾ ഒരു നേരെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു, കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു, നമ്മൾ അതിനെ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അതേ ആവശ്യം വരുള്ളൂ. നമ്മളുടെ വിശപ്പ്, നമ്മളുടെ അതെല്ലാം ഒരു റിഫ്ലെക്സ് ആക്ടിവിറ്റിയാണത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പം ഇവന്തോ പക്ഷെ വേറെ അതിൻ്റെ ഉള്ളൊരു പ്രശ്നങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആമാശയത്തിൻ്റെ അകത്ത് ആസിഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആസിഡ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സംതിങ് ഹാസ് ടു ഗോ ദർ. അതെല്ലാം പക്ഷേ ഈ ആസിഡ് പ്രൊഡക്ഷനും റിഫ്ലെക്സ് ആണ്. നമ്മൾ കുറേ നാളത്തേക്ക് നമ്മളിപ്പം ഒരു നേരെ അല്ലെങ്കിൽ കഴിക്കുന്നുള്ള ആ സമയത്തേ ഉള്ളൂ ആസിഡ് ഉണ്ടാവുള്ളൂ. സോ അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. എങ്ങനെയാണോ നമ്മളത്, അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ 5 മണിക്കൂർ ഉറങ്ങാറുള്ളൂ. പക്ഷേ എപ്പോഴും നല്ലതൊരു 6 to 8 hours നമ്മൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുക. സോ 6 to 8 hours സ്ലീപ്പ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, അതാണ് നമ്മൾ പറയുക.